ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഗോതമ്പ് പുട്ടും ചെറുപയർ കറിയാണ്. ഫുഡ് ഞാനിവിടെ പ്രോഡക്ട്സിൻ്റെ എടുത്തിരിക്കുന്നത് ക്വാളിറ്റി. പുട്ടുപൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പുറത്തുനിന്ന് പുട്ടുപൊടി മേടിക്കാറില്ല. ഇവിടുന്ന് അരി പൊടിച്ചിട്ട് പൊടിയാക്കാറാണ് പതിവ്. അപ്പോൾ പൊടി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് മേടിച്ചു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പൊടി ഞാനിത് കുറച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉലർത്തിയെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ നന്നായിട്ട് ഉലർത്തിയെടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ആ പൊടി ഒന്ന് സോഫ്റ്റായിട്ടൊക്കെ വരുള്ളൂ. അപ്പം അതിന് ശേഷം നമുക്ക് കറിയിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. കുക്കറിൽ ഇട്ട ശേഷം ഞാൻ അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ അരമുറി തക്കാളിയും 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പം നമ്മുടെ കുക്കറിന് ഇതാ ഫസ്റ്റ് വിസിൽ വന്നു. ഇനി രണ്ടാമത്തെ വിസിൽ, 2 വിസിലാണ് നമ്മൾ എടുക്കുന്നത്. 2 വിസിൽ വന്ന ശേഷം നമ്മൾ കുറച്ച് എയർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് എയർ പോകുന്നവരെ നമുക്ക് ഇനി ഇതിലേക്കുള്ള അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പം ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച്, അതായത് പുട്ടിലേക്കുള്ള തേങ്ങയും അരപ്പിനുള്ള തേങ്ങയുമാണ് ഇതിലുള്ളത്. അപ്പം ഞാൻ അരപ്പിനുള്ളത് കുറച്ച് ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം ഒന്ന് തിളയ്ക്കാറാകുമ്പോൾ നമുക്ക് പുട്ടൊന്ന് കുറ്റിയിലേക്ക് നിറച്ചിട്ട്, ഞങ്ങൾ ഇവിടെയൊക്കെ പുട്ടും കുറ്റി എന്നാണ് പറയുക. അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് എന്താ പറയുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തേങ്ങയും പൊടിയും തേങ്ങാപ്പൊടി അങ്ങനെ ലെയറായിട്ട് ഞാനിങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടും കുറ്റിയിൽ നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇനി അത് ആവി വരുന്നവരൊന്ന് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ എയറൊക്കെ പോയിട്ട് നമ്മൾ കുക്കറൊന്ന് തുറന്നു നോക്കിയപ്പോൾ അത് ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ കൂടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളം കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പുട്ടിനായതുകൊണ്ട് കുറച്ച് ചാറ് അത്യാവശ്യമാണ്. അപ്പം ഞാൻ അതിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് അതിൽ മഞ്ഞൾപ്പൊടിയും കുറച്ചൊരു നുള്ള് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് പച്ചമുളക് എരിവുള്ള, അതായത് പച്ചമുളകിന് പകരം മുളക് പൊടി ചേർക്കുന്നവർക്ക് ചേർക്കാം. അപ്പോൾ പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ടതില്ല. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പം അപ്പോഴേക്കും നമ്മുടെ പുട്ടും കുറ്റീന്ന് ആവിയൊക്കെ വന്നു. അപ്പം ഞാനത് കുറ്റിയിൽ നിന്ന് എടുത്ത് പുട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കുറുകിയ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കറി. അതിലേക്ക് ഇനി പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പം നിങ്ങളിത് വീട്ടിൽ നന്നായി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ പുട്ടും കടലയാണ് ട്രൈ ചെയ്യാറ്. അപ്പോൾ എല്ലാവരും വീട്ടിലത് പുട്ടും ചെറുപയറും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യും വേണേ. അപ്പം ഞാനിവിടെ ക്വാളിറ്റി ഫുഡ് പ്രോഡക്ട്സിൻ്റെ പുട്ടുപൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പുറത്തുനിന്ന് പുട്ടുപൊടി മേടിക്കാറില്ല. ഇവിടുന്ന് അരി പൊടിച്ചിട്ട് പൊടിയാക്കാറാണ് പതിവ്. അപ്പോൾ പൊടി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് മേടിച്ചു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പൊടി ഞാനിത് കുറച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉലർത്തിയെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ നന്നായിട്ട് ഉലർത്തിയെടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ആ പൊടി ഒന്ന് സോഫ്റ്റായിട്ടൊക്കെ വരുള്ളൂ. അപ്പം അതിന് ശേഷം നമുക്ക് കറിയിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. കുക്കറിൽ ഇട്ട ശേഷം ഞാൻ അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ അരമുറി തക്കാളിയും 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പം നമ്മുടെ
കുക്കറിന്ന് ഇതാ ഫസ്റ്റ് വിസിൽ വന്നു. ഇനി രണ്ടാമത്തെ വിസിൽ, 2 വിസിലാണ് നമ്മൾ എടുക്കുന്നത്. 2 വിസിൽ വന്ന ശേഷം നമ്മൾ കുറച്ച് എയർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് എയർ പോകുന്നവരെ നമുക്ക് ഇനി ഇതിലേക്കുള്ള അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പം ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച്, അതായത് പുട്ടിലേക്കുള്ള തേങ്ങയും അരപ്പിനുള്ള തേങ്ങയുമാണ് ഇതിലുള്ളത്. അപ്പം ഞാൻ അരപ്പിനുള്ളത് കുറച്ച് ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം ഒന്ന് തിളയ്ക്കാറാകുമ്പോൾ നമുക്ക് പുട്ടൊന്ന് കുറ്റിയിലേക്ക് നിറച്ചിട്ട്, ഞങ്ങൾ ഇവിടെയൊക്കെ പുട്ടും കുറ്റി എന്നാണ് പറയുക. അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് എന്താ പറയുന്നത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ തേങ്ങയും പൊടിയും, തേങ്ങാപ്പൊടി അങ്ങനെ ലെയറായിട്ട് ഞാനിങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടും കുറ്റിയിൽ നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇനി അത് ആവി വരുന്നവരൊന്ന് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ എയറൊക്കെ പോയിട്ട് നമ്മൾ കുക്കറൊന്ന് തുറന്നു നോക്കിയപ്പോൾ അത് ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ കൂടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളം കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പുട്ടിനായതുകൊണ്ട് കുറച്ച് ചാറ് അത്യാവശ്യമാണ്. അപ്പം ഞാൻ അതിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് അതിൽ മഞ്ഞൾപ്പൊടിയും കുറച്ചൊരു നുള്ളു മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് പച്ചമുളക് എരിവുള്ള, അതായത് പച്ചമുളകിന് പകരം മുളക് പൊടി ചേർക്കുന്നവർക്ക് ചേർക്കാം. അപ്പോൾ പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ടതില്ല. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പം അപ്പോഴേക്കും നമ്മുടെ പുട്ടും കുറ്റീന്ന് ആവിയൊക്കെ വന്നു. അപ്പം ഞാനത് കുറ്റിയിൽ നിന്ന് എടുത്ത് പുട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കുറുകിയ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കറി. അതിലേക്ക് ഇനി പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പം നിങ്ങളിത് വീട്ടിൽ നന്നായി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ പുട്ടും കടലയാണ് ട്രൈ ചെയ്യാറ്. അപ്പോൾ എല്ലാവരും വീട്ടിലത് പുട്ടും ചെറുപയറും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യും വേണേ.